ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വഴുതനയെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പം വഴുതനയിൽ നമുക്ക് ഇഷ്ടം പോലെ വഴുതന പിടിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ, അധികം വിലയില്ലാത്ത കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൂടുതൽ വിളവെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അത് ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വഴുതന ഇനത്തിൽ പെട്ട ഒരു 35 ഇനം വെറൈറ്റി വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് നടാവുന്നതാണ്. നല്ല ഇനം വിത്തുകളാണ്. അപ്പോൾ ഞാനൊരു വിത്ത് നടുന്നതും കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇല്ലിക്കൊമ്പൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും കൂടെ നമുക്ക് നട്ടിട്ട് നമുക്ക് വിളവെടുക്കണം. പിന്നെ അതിൻ്റെ വളക്കൂട്ട് എല്ലാം കാണിക്കാം. അപ്പോൾ ഇവിടെ വരുന്നതായ വിത്തുകളെല്ലാം കുറേശ്ശെ എടുത്തിട്ട് നമുക്കും നമ്മുടെ വീട്ടിലേക്കും പച്ചക്കറികൾ വേണമല്ലോ. അപ്പോൾ അത് വരുന്ന വിത്തുകളെയും കുറേശ്ശെ എടുത്തിട്ട് ഓരോ പോട്ടിനകത്ത് ഇങ്ങനെ പാകി വയ്ക്കും. അതിങ്ങനെ അത്യാവശ്യം നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട്. പലതരത്തിലുള്ള വഴുതനകളാണ്. ഇതൊരു വഴുതന, ദാണ്ട ഇത് എല്ലാം ഓരോ ടൈപ്പ് വഴുതനകളാണ്. ഇതും അതേപോലെ തന്നെ വഴുതനയാണ് കേട്ടോ. ഇത് ഞാൻ തക്കാളി പാകി വെച്ചേക്കുന്നത് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തക്കാളി നന്നായിട്ട് പിടിക്കാനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിലെ വേസ്റ്റുകൾ വെച്ച് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്യണം. പിന്നെ പല ടൈപ്പിലുള്ളതായ മുളകുകളും ഇവിടെ പാകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെമ്പട്ട് ചീര പാകി വെച്ചിരുന്നത് പറിച്ച് നട്ടേക്കുന്നതാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുളകുകൾ ഇതുപോലെ പാകിയിട്ട് 4 പരുവായപ്പം പറിച്ച് നട്ടേക്കുന്ന മുളക് തൈകളുമാണ് നിൽക്കുന്നത്. നമുക്കിനി നമ്മുടെ ഇല്ലിക്കൊമ്പൻ വിത്തുകളൊന്ന് പാകി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇല്ലിക്കൊമ്പൻ അല്ലെങ്കിൽ നീർക്കോലി വഴുതനയുടെ വിത്തുകളാണ്. അപ്പോൾ അത് ഞാൻ നടുന്നത്. അപ്പം ഇവിടെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ മണ്ണുകളുണ്ട്. അതുകൊണ്ട് കുറേ ടിന്നുകൾ ഞാനിവിടെ ഇങ്ങനെ മണ്ണുകൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വിത്തുകളൊക്കെ വരുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് പണി എളുപ്പമാവും. അന്നേരം നമ്മൾ കിടന്ന് ഒരുക്കാനും ഒന്നും നിൽക്കേണ്ട. ഇതേപോലെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നനവ് കൊടുക്കണം. ഒരു പുട്ടിൻ്റെ നനവെങ്കിലും ഉണ്ടായിരിക്കണം ആ മണ്ണിന് കേട്ടോ. എന്നിട്ട് വേണം ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി ചിലർക്ക് ഡൗട്ടായിരിക്കും, എന്താണ് ഈ ട്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം ഡോളോമൈറ്റ് കുമ്മായം ഇടുകയെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം അങ്ങനെ ഇട്ടതിന് ശേഷം മണ്ണെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ നമ്മുടെ വീട്ടിലുള്ളതായ കോഴിവളമോ കാലിവളമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിത്തൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഡോളോമൈറ്റും ചാണകപ്പൊടി, കരിയില കമ്പോസ്റ്റ്, കോഴിവളം, പിന്നെന്താണ് സ്വല്പം വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളവും നനച്ചിട്ടിരുന്നതായ മണ്ണാണ് കൂട്ടി ഒരിടത്ത് ഇട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ വിത്തുകൾ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കിട്ടുന്നതായ വിത്തുകൾ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിട്ട് കിളിപ്പിച്ച് നശിപ്പിച്ച് കളയരുത്. കുറേശ്ശെ ഇട്ടിട്ട് നമ്മളതിനെ പാകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ഉറുമ്പ് ഉള്ള ഭാഗത്തൊന്നും വെക്കാതിരിക്കുക. ഒരു പൊക്കത്തിലാണ് വെക്കുകയെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നങ്ങ് വെച്ച് വന്നോളൂ. ഒന്ന് മൂടി വെക്കാമെന്നുണ്ടെങ്കിൽ 2 ദിവസം മൂടി വെക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹ്യൂമിഡിറ്റി കൊണ്ട് നന്നായിട്ട് കിളിച്ചിഞ്ഞ് വന്നോളും. സ്വല്പം വെള്ളം രാവിലെയും വൈകുന്നേരവും വീണ്ടും നനച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മൾ പാകി വെച്ചേക്കുന്ന തൈകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. അപ്പം വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറേ വഴുതനകൾ നിപ്പുണ്ട്. അപ്പോൾ ഹരിത വഴുതനയാണിത്. അപ്പോൾ അത് നമുക്ക് കുറച്ചിഞ്ഞ് വിളവെടുക്കാം. എന്നിട്ട് നമുക്കതിന് വളമൊക്കെ ചെയ്യാം. 2 പാത്രമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഹരിത വഴുതന നല്ല അടിപൊളി വഴുതനയാണ്. കണ്ടോ, നിൽക്കുന്നുണ്ടോ? അപ്പോൾ രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഇത് നിറയെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. ഇതിപ്പം വൈകുന്നേരമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേ പൂക്കളൊക്കെ അങ്ങ് അണയും. കണ്ടോ, നല്ല സൂപ്പർ വഴുതനയാണ് നിൽക്കുന്നത്. അപ്പം വെറുതെ അങ്ങനെ പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മുടേതായ ഒരു കെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരിങ്ങനെയൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് അത്യാവശ്യം വളം കൊടുക്കണം, വെള്ളം കൊടുക്കണം. ഇത് നമുക്ക് പാത്രത്തിൽ കൊണ്ടിടാം. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ചായയൊക്കെ കുടിച്ചിട്ട് ഇവരെ അടുത്തോട്ടാണ് ഞാൻ ഓടി വരുന്നത്. എനിക്ക് ഇവരെ കണ്ടെങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ. അന്നത്തെ ദിവസം ഒന്ന് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തോട്ടൊക്കെ വന്ന് ഇവരുടെ ഇലയും തണ്ടും ഒക്കെ നോക്കി ഇവരുടെ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് അന്നുള്ള കറിക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ജോലി ഇവിടുത്തെ.
കണ്ടോ, ഇഷ്ടം പോലെ കിട്ടുന്നത്. കണ്ടോ, നല്ല സൂപ്പർ വഴുതന. ഇതൊക്കെ അങ്ങോട്ട് ഫ്രൈ ആക്കണം കേട്ടോ. നമ്മൾ മീനൊക്കെ വറക്കുമല്ലോ, അതേപോലെ അങ്ങോട്ട് മസാലയൊക്കെ തേച്ചിട്ട് തിരിച്ചും പിരിച്ചും ഇട്ട് അങ്ങോട്ട് നമ്മുടെ ചപ്പാത്തിക്കല്ലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരന്ന ഒരു നോൺ സ്റ്റിക്ക് തവയിലോ വെച്ചിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ല സൂപ്പറാണേ. ഒളിച്ചൊളിച്ച് നീക്കും ഇവർ. കണ്ടോ, ഇവിടെ ഒരെണ്ണം ഒളിച്ചിരിക്കുന്നൊരു കള്ളിപ്പെണ്ണ്. കണ്ടോ. അപ്പോൾ നമ്മുടെ പാത്രവും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിവസം കൂടുമ്പം വിളവെടുക്കുകയെന്നുണ്ടെങ്കിൽ നിറയെ കിട്ടും. ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വിളവെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ വഴുതന കിട്ടും. കണ്ടോ, നമ്മുടെ പാത്രം നോക്കിക്കേ, നിറഞ്ഞു. ഇനി അപ്പുറത്തോട്ട് നിൽക്കുക. രണ്ട് പാത്രം കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്തടുത്തോട്ട് നോക്കാം. ഇത് കണ്ടോ, കൊലകൊലയായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് നിൽപ്പുണ്ട്. കണ്ടോ, നിറയെ നിൽക്കുന്നു. അപ്പം കുറച്ച് നമുക്ക് അതിൽ നിന്നും കട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വീണ് പോകാതെ ഇതേപോലെ കമ്പൊക്കെ കുത്തി കൊടുക്കണം ചുവട്ടിലേ. നല്ലതുപോലെ മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ കമ്പ് കുത്തിയാൽ മാത്രം പോരാ, കെട്ടിയും കൂടെ വെച്ച് കൊടുക്കണം. എങ്കിലേ അതവിടെ ഉറച്ച് നിൽക്കത്തുള്ളൂ. ഇനി അവിടെ വേറൊരെണ്ണം നിൽപ്പുണ്ട്, അതിനകത്തൂടെ എടുക്കാം. ഉണ്ടോ, ഒരെണ്ണത്തിൽ തന്നെ എത്ര എണ്ണോ. ഉണ്ട്, നമ്മൾ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ 2 പാത്രം നിറച്ച് നമുക്ക് വഴുതന കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഇതേപോലെ നമുക്ക് വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന വളപ്രയോഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതങ്ങ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാനൊരു കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴിമുട്ട നമുക്ക് ഈ വഴുതനയ്ക്കകത്ത് പ്രയോഗിക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഒഴിക്കാം. തോടൊന്നും കളയണ്ട കേട്ടോ. തോടൊക്കെ നല്ല ഒന്നാം തരം കാൽസ്യത്തിൻ്റെ കലവറയാണേ. അതോടെ ഇതിനകത്തോട്ടങ്ങ് കിടന്നോട്ടെ. നല്ലതുപോലെ പൊടിച്ചിനകത്തോട്ടങ്ങ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിക്കണേ. അടിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി നന്നായിട്ട് കലക്കേ. എന്നിട്ട് നമുക്ക് ഒരു വലിയ ബക്കറ്റിനകത്തോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ജൈവ സ്ലറിയാണേ. അപ്പോൾ ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ട് തീരാറായി എൻ്റെ സ്ലറിയൊക്കെ. ഇനിയും കലക്കണം. അപ്പോൾ അത് ഇതിനകത്തൊരു മഗ് എടുക്കുകയാണ്. ലാസ്റ്റാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഈ മുട്ടയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം നമുക്കെടുക്കണം. ഈ വെള്ളം വീഴുന്തോറും തന്നെ നമ്മൾ നന്നായിട്ട് കലക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഒരു കമ്പെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കലക്കി കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തക്കാളിയിൽ ഒരു വളം കൊടുത്തായിരുന്നല്ലോ. നമ്മുടെ കിച്ചണിൽ നമ്മൾ വെറുതെ കളയുന്നതായ മുട്ടത്തോട്, പഴത്തൊലി, ഉള്ളിത്തോല് ഇത് നന്നായിട്ട് അരച്ച് കലക്കി കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നമ്മൾ തക്കാളിക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വല്ല നല്ല നല്ല ട്രിക്സുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മളത് ഡൈല്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ കൊടുക്കാനും. ഇനി നമുക്ക് ഓരോ കപ്പ്, ഈ കപ്പിന് തന്നെ ഓരോ കപ്പ് വീതം ഓരോന്നിൻ്റെയും ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഏത് പച്ചക്കറി നട്ടാലും അതിൻ്റെ ചെവിടുണ്ടല്ലോ പാറക്കല്ല് പോലെ തറഞ്ഞിരുന്നാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഫലമൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിൻ്റെ മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി അതിൻ്റെ ചെവിട്ടിലോട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിലത്ത് വീഴാതെ നിന്നോളും. അതേപോലെ തന്നെ നല്ല ഉഷാറായിട്ട് നിൽക്കും. നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ അങ്ങ് താഴോട്ടങ്ങ് മണ്ണിന് നല്ലതുപോലെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാത്തിനും ഇതേപോലെ നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 10ഓളം വഴുതന നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം.
രാവിലെ വൈകുന്നേരമൊക്കെ വന്നിട്ട് ഓരോന്നിൻ്റെ മൂട് നമ്മളൊന്ന് വെട്ടി അടുപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സസൈസും ആവും, ചെടികൾക്കൊരു സന്തോഷവും ആവും, നമുക്ക് നല്ല പച്ചക്കറികളും കഴിക്കാം. അപ്പോൾ അതേപോലെ അങ്ങോട്ട് നിൽപ്പുണ്ട്, അത് നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ ഓരോ ആഴ്ചയിലും ഉണ്ടല്ലോ. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഈ മുട്ടയുടെ സ്ലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഫിഷ് ആമിന് കൊടുക്കാം. പിന്നെ അതിന് അടുത്ത ആഴ്ചയിൽ നമുക്ക് ജൈവ സ്ലറി മാത്രം കൊടുത്തിട്ട് അതിനകത്ത് സ്വല്പം സൂഡോമോണസും കൊണ്ടിട്ട് കൊടുക്കാം. അങ്ങനെ മാറി മാറി നമ്മൾ ഓരോ ആഴ്ചയിലും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചൂട് കാലം കൂടാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു നല്ല ജ്യൂസ് കുടിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും, നല്ല ഒരു ഉന്മേഷം കിട്ടുകയും ചെയ്യും, നല്ലതുപോലെ കാഫലമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ വഴുതനയിൽ നിന്ന് മാത്രമല്ല എല്ലാ പച്ചക്കറിയിൽ നിന്നും നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ ഈ വഴുതനയൊക്കെ കണ്ട ഈ ചൂട് കാലത്ത് നല്ല പച്ചപ്പോടല്ലേ നിൽക്കുന്നത്. അപ്പം ഞാനിതൊക്കെ മാറി മാറി കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും ഈ ചൂട് കാലത്ത് പോലും ഒരു പച്ചക്കറി നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് സമയം ഇതിനായിട്ട് ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, വഴുതനയ്ക്കകത്ത് കുറേ കീടശല്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് പുഴുവിൻ്റെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നതാണ് വഴുതനയെന്ന് പറയുന്നത്. അപ്പം ചുവട്ടിൽ വെച്ച് തന്നെ ഒടിഞ്ഞു പോകുന്ന ഇതുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഡോളോമൈറ്റൊക്കെ ഉപയോഗിക്കുന്നത്. ഡോളോമൈറ്റ് ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. മാസത്തിൽ ഒന്നെങ്കിലും ഒരു സ്പൂൺ കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പുഴുക്കളൊക്കെ വന്നിട്ട് ഇല ചുരുട്ടിയിരിക്കും. ഇതേപോലെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഇലയങ്ങ് ചുരുട്ടി അങ്ങ് വയ്ക്കും. അപ്പോൾ അതിനെ നമ്മൾ കൈയോടെ അവിടെ നിന്ന് തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. പുതിയ തളിർപ്പുകൾ വന്നോളും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ തണ്ടൊക്കെ ഇവിടെ വെച്ച് തന്നെ വാടി തളർന്ന് നിൽക്കും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കോണം അതിനകത്ത് തണ്ട് തുരപ്പം പുഴു ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. അവിടെ വെച്ച് തന്നെ നമ്മളതിനെ കട്ട് ചെയ്തങ്ങ് മാറ്റുക. എന്നിട്ട് പിന്നെ ഇച്ചിരി മണ്ണ് അവിടെ നിന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ അവരങ്ങ് ഉഷാറായിക്കണം. ഇഷ്ടംപോലെ മുട്ടകൾ വന്നോളുന്നുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം നന്നായിട്ട് തന്നെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലമാണ്. നന്നായിട്ട് രാവിലെയും വൈകുന്നേരവും വെള്ളം നനച്ചു കൊടുക്കാണ്ട് ശ്രമിക്കുക. പിന്നെ അടിഭാഗത്തുള്ള മഞ്ഞ കളറ് വരുന്നതായ ഇലകളെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് ഇല വേണ്ട, ഏറ്റവും അടിഭാഗത്തുള്ളത് ഇതേപോലെയൊക്കെ നിൽക്കുന്നതായ ഇലകളെയൊക്കെ കട്ട് ചെയ്തങ്ങ് മാറ്റി വെക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറികളും നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. വീട്ടിലെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു 10 ടൈപ്പ് പച്ചക്കറികളെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണം ഈ പച്ചക്കറി കൃഷിയിലോട്ട്. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇപ്പം കുഞ്ഞുങ്ങളെല്ലാം കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഇലകളൊക്കെ പറിച്ച് മാറ്റിക്കളയാം. നമ്മുടെ വഴുതന കണ്ടോ, ഒന്ന് കറങ്ങി വന്നപ്പോഴത്തെ തന്നെ നമുക്ക് 2 കിലോയിൽ കൂടുതൽ വഴുതനയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി വഴുതന. ഇത്രയും ഫ്രഷായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് സന്തോഷമല്ലേ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് ഇതേപോലെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, കൃഷി ചെയ്യുന്നതും എങ്ങനെയാണ്, വിത്തുകൾ പാകുന്നത് എങ്ങനെയാണെന്നും അത് പാകി നട്ടിട്ട് നമുക്ക് എങ്ങനെ വിളവെടുക്കാമെന്നും അത് ചേർക്കേണ്ട വളത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ കമ്പൽ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം ഗ്രോ ബാഗ് സോൾഡ് ഔട്ടാണ്, ഒരു 2 വീക്സും കൂടെ എടുക്കും. വെറൈറ്റി വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പം നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.